നമ്മൾ ഇന്ന് 24-ാം തീയതിയിലുള്ള, അതായത് 24-ാം തീയതി വെള്ളിയാഴ്ചയുള്ള മാർക്കറ്റിന്റെ ആന്റിസിപ്പേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഏപ്രിൽ 24-ാം തീയതി. ഓക്കെ, ഇതിനകത്ത് നമ്മൾ മാർക്കറ്റിൽ നോക്കുന്ന സമയത്ത് ഇവിടെ എന്തുണ്ട്, ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഇത് 1 മന്ത് ചാർട്ട് ടൈം ഫ്രെയിം ആണ്. അപ്പൊ ഇതിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അതേപോലെ തന്നെ ഒരു 1 വീക്കിലോട്ട് മാറ്റുമ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ തട്ടി മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായി റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്വീപ്പ് നടന്നിട്ടുണ്ട്, സ്വീപ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ എന്ത് നടന്നിട്ടുണ്ട്, ഒരു MSS നടന്നിട്ടുണ്ട്, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഒരു കറന്റ് മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വീക്ക്ലി ടൈം ഫ്രെയിമിൽ. 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ സോ MSS നടന്നു. ഇനി നമുക്ക് വേണ്ട ഒരു പ്രോഡക്റ്റ് എന്താ, ഈ മാർക്കറ്റ് ഇപ്പൊ നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്ക് 1 മന്ത് ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത് സ്വീപ്പ് ചെയ്ത ഇത് ഇനി ഇവിടെ ഇതുവരെ അപ്പിലോട്ട് വന്ന മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഡൗണിലോട്ടാണ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്, താഴോട്ട് പോകുന്നുള്ളതാണ് നമ്മുടെ ഒരു ആന്റിസിപ്പേഷൻ ഉള്ളത്. ഓക്കെ, അപ്പൊ അതിനായിട്ട് മാർക്കറ്റ് എവിടെ നിന്ന് താഴോട്ട് പോകും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ മാർക്കറ്റ് ചെക്ക് ചെയ്യാൻ സമയത്ത് ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് മുന്നേ. ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സപ്ലൈ സോൺ ഉണ്ട്. സോ മോസ്റ്റ് പ്രോബബിലി സംഭവിക്കാൻ സാധ്യത ഈ സപ്ലൈയിൽ ടാപ്പ് ചെയ്യുന്നു, മാർക്കറ്റ് ഡൗൺ സൈഡ് ഫാൾ ചെയ്യുന്നു. അതേപോലെ തന്നെ നടന്നിട്ടുണ്ട്, സപ്ലൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫാളും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 4 അവർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ 4 അവർ ടൈം ഫ്രെയിം, ഓക്കെ, 4 അവർ ടൈം ഫ്രെയിമിന് മുന്നേ 1 ഡേ ടൈം ഫ്രെയിം. ഓക്കെ, ഇതില് ഇപ്പൊ നമ്മളുടെ ഫുൾ വ്യൂ എന്താ, മാർക്കറ്റ് 1 മന്ത് ടൈം ഫ്രെയിമിൽ ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്ത് മാർക്കറ്റ് ഫോൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. സോ നമ്മളുടെ വ്യൂ എന്ന് പറയുന്നത് ഏകദേശം ഈ രീതിയിൽ മാർക്കറ്റ് മേലോട്ട് പോയി എഗെയിൻ താഴെ വന്ന് എഗെയിൻ ഈ റേഞ്ചിൽ വന്ന് എഗെയിൻ താഴെ വരും. ഓക്കെ, ഇത് കണ്ടിന്യൂ ചെയ്യും. മാർക്കറ്റ് ഈ രീതിയിൽ താഴോട്ട് പോകും. ഇതാണ് നമ്മുടെ വ്യൂ ഉള്ളത്. ബട്ട് നമുക്ക് ഇപ്പൊ വേണ്ടത് മാർക്കറ്റ് ഏത് സൈഡിലോട്ടായിരിക്കും ഇന്ന് പോവുക എന്നുള്ള ഒരു കാര്യമായിരിക്കും. ഇന്ന് ഏത് സൈഡിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ആണ് ദ മോസ്റ്റ് പ്രോബബിലിറ്റി എങ്ങോട്ട് പോകാനാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ഫസ്റ്റ് നമ്മളുടെ ആ സ്ട്രക്ചർ പ്രകാരം ഈ ലോ വരെ പോകും അല്ലെ. ഇതാണ് നമ്മുടെ ഫൈനൽ ലോ. ഈ ഒരു ടാർഗറ്റ് വരെ മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഇൻ കേസ് ഈ ഒരു ഓർഡർ ബ്ലോക്കും ഈ പറയുന്ന 1 മന്ത് ഓർഡർ ബ്ലോക്കും അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിന്റെ ലിക്വിഡിറ്റി എടുക്കാനോ ഒക്കെ ആയിട്ട് മാർക്കറ്റ് മേലോട്ട് പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പാടില്ല. അപ്പൊ നമ്മളുടെ സംബന്ധിച്ചോളം സേഫർ ആയിട്ട് മാർക്കറ്റ് ഇപ്പൊ മേലോട്ട് പോകണമെങ്കിലും താഴോട്ട് പോകണമെങ്കിലും എങ്ങോട്ട് പോകണമെങ്കിലും മാർക്കറ്റ് ഒരു മാക്സിമം പോകേണ്ട ഒരു ഏരിയ ഉണ്ടാവും. ആ ഒരു ഏരിയ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ജസ്റ്റ് ഇതൊരു ഇൻഡ്യൂസ്മെന്റ് ആയി എടുത്ത് മാർക്കറ്റ് അഗെയിൻ ഈ ഒരു കണ്ടിന്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ഭാഗത്തുനിന്നാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ 50% വരെ മാർക്കറ്റ് വന്നിട്ടല്ലേ അപ്പ് ഓർ ഡൗൺ പോകാനുള്ള ഹയർ ചാൻസ്. 50% വന്നിട്ടേ പോകൂ എന്നല്ല പറയുന്നത്, 50% മിനിമം വന്നിട്ടല്ലേ സാധാരണ പോകാൻ സാധ്യത കൂടുതൽ. അതായത് ഒരു 100 കേസസിൽ ഒരു 80 കേസും അങ്ങനെയല്ലേ. അതുകൊണ്ട് നമുക്ക് 50% വരെ വരാൻ ഉള്ള സാധ്യത നമ്മൾ മുന്നിൽ കണ്ട് ഇവിടെ നമ്മൾ ഒരു 50%ന്റെ ലൈന് ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. സോ ഈ 50% വരെ മാർക്കറ്റ് വരാനുള്ള ഹയർ ചാൻസസ് ആണ് ഉള്ളത്. ഈ 50%-ന് പെർസെന്റേജിലോട്ട് എവിടെ നിന്ന് വരും, ഏത് സ്ഥലത്ത് നിന്ന് വരും, ഇത് വൺ ഡേ ടൈം ഫ്രെയിം ആണ്. സോ നമ്മൾ വീണ്ടും ഇതിന്റെ ടൈം ഫ്രെയിം പറയുന്നു. 1 ഡേ എന്നുള്ളത് 4 അവറിൽ കാര്യമായിട്ടുള്ള പ്രൈസ് ആക്ഷൻസ് ഇല്ല. സോ നമ്മൾ 1 അവറിലോട്ട് കിടക്കുന്നു. 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കി നമുക്ക് വ്യൂ കിട്ടും. അതായത് കറന്റ്ലി മാർക്കറ്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ഓക്കെ, കറന്റ്ലി മാർക്കറ്റ് ആദ്യം ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി, ഇവിടെ MSS ഉണ്ട്, സ്ട്രക്ചർ ഉണ്ടാക്കി. എന്നിട്ട് മാർക്കറ്റ് എഗെയിൻ ഇവിടെ നിന്ന് എഗെയിൻ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുക, ഈ ഒരു സ്ട്രക്ചറിൽ നോക്കുക, ഇവിടെ മാർക്കറ്റിലെ ഒരു MSSO അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെന്റോ എന്തോ ആയിക്കോട്ടെ, മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ഒരു 50% വന്നിട്ടാണ് ഈ ഒരു റിവേഴ്സ് നടന്നിരിക്കുന്നത് അല്ലയോ. ഈ ഒരു 50% എന്നാണ് റിവേഴ്സ് നടന്നിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ ഒരു BOS ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ലിക്വിഡിറ്റി കൂടി ആയിരുന്നു. സോ ഇവിടെ ഒരു BOS കൺസിഡർ ചെയ്യുകയാണെങ്കിൽ
പിന്നെ വരുന്ന ബിയോസ് എവിടെയായിരുന്നു? ഇതിന്റെ എക്സാക്ട് ഇത് അറിയണമെങ്കിൽ 15 മിനിറ്റ്സിലോട്ട് ചേഞ്ച് ചെയ്താൽ മതി, നമുക്ക് എക്സാക്ട് വ്യൂ കിട്ടും. സോ ഇവിടെ സംബന്ധിച്ചോളം ഇതാണ് ലോ. അതിന് മുന്നേ ഉണ്ടാക്കിയ ഇൻഡ്യൂസ്മെന്റ് ഇതാണ്. മാർക്കറ്റ് ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഫാൾ ചെയ്ത് ബിയോസ് അഗെയിൻ ഒരു ബിയോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. BOS. ഫൈൻ. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഈ മാർക്കറ്റിൽ ഇനി ഇത് എങ്ങോട്ട് പോകാനായിരിക്കും ഹയർ ചാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ഇന്നലെ എക്സ്പെക്ട് ചെയ്തത് ഏകദേശം ഈ ഒരു ഏരിയയിൽ നിന്നും ഇവിടെ നിന്നും മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ആയിരുന്നു? ഏകദേശം ഈ റേഞ്ച് വന്ന് വീണ്ടും ഫാൾ ചെയ്യാനായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ അങ്ങനെ നടന്നില്ല. മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഡൗൺ ഫാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ സെൽ സൈഡ് മാർക്കറ്റ് സെൽ സൈഡ് മാർക്കറ്റ് എന്താ ഭയങ്കര സ്ട്രോങ്ങർ ആയിട്ടാണ് ഫീൽ ആവുന്നത്. അപ്പൊ പിന്നെ വരുന്നത് ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ട്. മാർക്കറ്റ് ഇൻഡ്യൂസ്മെന്റ് എടുക്കുന്നു. അഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? ബിയോസ് വെക്കുന്നു. അഗെയിൻ നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് എൻഡ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? കീപ്പ് ചെയ്യുന്നു. അഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ബിയോസ് വെക്കുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓർഡർ ബ്ലോക്സും കാര്യങ്ങളൊക്കെ അൺമിറ്റിഗേറ്റഡ് ആയിട്ടാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്. ഈ റേഞ്ചിലുള്ള ഒന്നും എടുത്തിട്ടില്ല മാർക്കറ്റ്. ഇവിടെ ഒരു ലിക്വിഡിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. സോ ഈ ലിക്വിഡിറ്റിന്റെ മേലേക്ക് മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇങ്ങനെ ഇരിക്കെ ഇപ്പോഴത്തെ നമ്മുടെ ട്രേഡിംഗ് റേഞ്ചിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഇവിടെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡിംഗ് റേഞ്ച് ആയിട്ടുള്ളത് ഈ ലോ മുതൽ ഈ ലോ വരെയാണ് നമ്മുടെ ട്രേഡിംഗ് റേഞ്ച്. ഇതിന്റെ 50% ഏതാ? ഇതാണ് ഇതിന്റെ 50%. അല്ലയോ? ഇതാണ് ഇതിന്റെ 50%. സോ മാർക്കറ്റ് ഓൾറെഡി 50% ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഏകദേശം ഈ റേഞ്ചിൽ നിന്ന് തന്നെ, അതായത് ഇപ്പോ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടോ? കാരണം ഈ ഒരു ഓർഡർ ബ്ലോക്ക് വാലിഡേറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ലിക്വിഡിറ്റി ഫോം ചെയ്തിട്ടുണ്ട് ഇല്ലേ? സോ ഇൻ കേസ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാല്, ബ്രേക്ക് ചെയ്ത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഓർഡർ എടുത്ത് മാർക്കറ്റിന് എന്താവും? സിമ്പിൾ ആയിട്ട് ഈ പറയുന്ന ടാർഗറ്റിലോട്ട് വരാനായിട്ട് പറ്റും. സോ നമ്മുടെ ആന്റിസിപ്പേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഡൗൺ സൈഡ് ആണ് ഞങ്ങളുടെ വ്യൂ. ബട്ട് ഇത് ഫെയിൽ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇപ്പൊ ഇൻ കേസ് ഞാനിപ്പോ മാർക്കറ്റ് ഇത് ഇന്നത്തെ ഈ ഒരു ഏരിയയിലുള്ള പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് എൻട്രി കിട്ടുന്നില്ല. ബട്ട് മാർക്കറ്റ് നേരെ വന്ന് ഇത് ബ്രേക്ക് ചെയ്തു. ഇത് ബ്രേക്ക് ചെയ്തു. അപ്പൊ ഞാൻ എന്താണെങ്കിലും ഇവിടെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെക്ക് ചെയ്ത് ഇവിടെ നിന്ന് എൻട്രി എടുക്കും. എവിടോട്ടായിരിക്കും എൻട്രി എടുക്കുന്നത്? മോസ്റ്റ് പ്രോബബലി എനിക്ക് രണ്ട് മേജർ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇതാണ്. ഫസ്റ്റ് വൺ ഇതൊരു അൺമിറ്റിഗേറ്റഡ് ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് എനിക്ക് ഇതുണ്ടാവും. സോ ഇതെല്ലാം നമ്മൾ ആ ടൈമിൽ പ്രൈസ് ആക്ഷൻസ് വെച്ചിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. ആക്ച്വലി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് സൈഡിലോട്ടും വ്യൂ ഉണ്ട്. ഇത് 50% ആണ്. സോ ഇങ്ങനത്തെ സീനായിട്ട് എപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു 50% പോകുമ്പോൾ ഡയറക്റ്റ് അങ്ങനെ 50% പോകത്തില്ല. അവിടെ ലിക്വിഡിറ്റി എടുത്ത് ലിക്വിഡിറ്റി ഇതാക്കി അതിനുശേഷം ഇവിടെ കൊണ്ട് ഡംപ് ചെയ്ത്, സോ ഇങ്ങനെയൊക്കെയാണ് ഒരു മാർക്കറ്റ് പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തിങ്ക് ചെയ്യുന്നത്. അപ്പൊ സോ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും അവിടുത്തെ പ്രൈസ് ആക്ഷൻസ് ഫീൽ ചെയ്യണം. അപ്പൊ മോസ്റ്റ് പ്രോബബിലി എന്ന് പറയുന്നത് എനിക്കിത് ബ്രേക്ക് ചെയ്യുന്നുള്ളതാണ് എന്റെ തോന്നുന്നത്. എനിവേ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ട്രേഡിംഗ് റേഞ്ച് ഇവിടുത്തെ ഓർഡർ ബ്ലോക്ക് ഉണ്ട് ഈ ഒരു ഏരിയ നോക്കി എങ്ങനെയാണ് പ്രൈസ് ആക്ട് ചെയ്യുന്നത് നോക്കാം. 15 മിനിറ്റ്സിലായിക്കോട്ടെ, 1 മിനിറ്റിലായിക്കോട്ടെ, എവിടെ ടൈം ഫ്രെയിം എങ്ങനെ മാർക്കറ്റ് ആക്ട് ചെയ്യുന്നു, എങ്ങോട്ട് പോകാൻ മാർക്കറ്റിന് ഓവർ ആയിട്ടൊരു താല്പര്യമുണ്ട് നോക്കാം. ആ ഒരു താല്പര്യത്തിന് പുറത്ത് നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതാണ് എന്റെ പ്ലാൻ. കറന്റ് മാർക്കറ്റ് 50% ആണ്. ഉള്ള റേഞ്ച് മാർക്കറ്റ് ഡൗൺ സൈഡ് പാളിയും ഏകദേശം നമ്മുടെ ആന്റിസിപ്പേഷൻ ഉള്ളത് 50% മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നതാണ്. മെയിൻ ആയിട്ട് നമ്മുടെ ആന്റിസിപ്പേഷൻ ഉള്ളത് 100% ഈ ഒരു ഇതുവരെയാണ്. മാർക്കറ്റ് ഇങ്ങോട്ട് പോകാൻ വേണ്ടി ചിലപ്പോ ഈ പറയുന്ന ഇതെല്ലാം ലിക്വിഡിറ്റി ആയിട്ടുണ്ട്. സോ മാർക്കറ്റ് കയറി വന്ന് ഇവിടെ നിന്ന് ഓർഡർ എടുത്ത് പോകാനും സാധ്യതയുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. സോ മാർക്കറ്റിനെ സംബന്ധിച്ചോളം മാക്സിമം ഹോൾഡിങ്സ് എടുത്ത് വേണം പോകാൻ. സോ മാക്സിമം ഹോൾഡിങ്സ് കിട്ടാൻ മാക്സിമം ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും. വൺസ് മാക്സിമം ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്താൽ തന്നെ അവർക്ക് മാക്സിമം ഓർഡർ കളക്ട് ചെയ്യാം. ഓർഡർ കളക്ട് ചെയ്താൽ ഇവർ ഡയറക്റ്റ് പോകും. സോ അതിനുള്ള ഓർഡർ ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ നടക്കുന്നത്.
മനസ്സിലാക്കുക. ആ ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ടുള്ള ഓർഡേഴ്സിൽ നമുക്ക് എൻട്രീസ് പ്ലേസ് ചെയ്യാം, ഫുഡ് ഫോളോ ചെയ്യാം. സോ ഈ രീതിയിൽ എൻട്രീസ് പ്ലാൻ ചെയ്യാം. ഇപ്പൊ കറന്റ് നമ്മുടെ വ്യൂ നമ്മൾ കംപ്ലീറ്റ്ലി പറഞ്ഞു. നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ഡൗൺ സൈഡ് ആണ്. പക്ഷെ മാർക്കറ്റിൽ ഒരു അപ്സൈഡ് കിട്ടി, ഒരു മാർക്കറ്റിന്റെ കറന്റ് മാർക്കറ്റിലുള്ള പ്രൈസ് ആക്ഷൻ വെച്ച് മാത്രമേ ട്രേഡ്സ് എടുക്കുന്നുള്ളൂ. അപ്പോഴത്തെ മൂവ്മെന്റ് എങ്ങോട്ടായിരിക്കും എന്നുള്ള ഒരു ആന്റിസിപ്പേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു, മൂവ് ഓൺ ചെയ്യുന്നു. സോ ഇതാണ് നമ്മുടെ പ്ലാൻ ഉള്ളത്. എനിവേ ഇന്നത്തെ ഇത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇപ്പൊ ഈ വീക്കിൽ നോക്കുകയാണെങ്കിൽ ആകെ ഒരു ട്രേഡ് ആണ് കിട്ടിയിരിക്കുന്നത്. $72 പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് നമുക്ക് അതിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. ബട്ട് ഇങ്ങനെ പോയാൽ പോരാ, ഇന്ന് നമുക്ക് നോക്കാം മാക്സിമം എൻട്രി എടുത്ത അക്കൗണ്ട് ഒന്നും വിൻ ചെയ്യണം. റിസ്ക് കൂടുതൽ എടുക്കുന്നുണ്ട്, 2% റിസ്ക് ഒക്കെയാണ് എടുക്കുന്നത്. പ്രോഫിറ്റ് എടുക്കുമ്പോൾ 4% പ്രോഫിറ്റ് ഒക്കെയാണ് എയിം ചെയ്യുന്നത്. എനിക്കറിയാം കൂടുതലാണ്. ബട്ട് ഫണ്ടഡ് ഫേംസ് ജയിക്കാനായിട്ട് നമ്മളെപ്പോഴും സ്ലോവർ ആയിട്ട് പോയി കണ്ടിട്ട് കാര്യമില്ല. ഫണ്ട് ഉണ്ട് ഇപ്പോ. സോ ഇപ്പൊ നമ്മളെ കൊണ്ട് സാധിക്കും, ഒരുപാട് ഫണ്ട് എടുക്കാൻ സാധിക്കും. ഒരു ദിവസം പോയാൽ അടുത്ത ദിവസം തന്നെ ഫണ്ട് എടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നമ്മള് സേഫ് ആയിട്ട് കളി നിർത്തി ഇനി കുറച്ച് ഹാർഡർ ആയിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റർ ആയിട്ടാണ് നമ്മുടെ മൂവ്മെന്റ്സ് എല്ലാം വരുന്നത്. നോക്കാം, നമുക്ക് പെട്ടെന്ന് ജയിക്കട്ടെ, പെട്ടെന്ന് രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സെക്ഷൻ വൈൻഡ് ചെയ്യുന്നു. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്.